മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇഡി കോടതിയിൽ. ഡൽഹി മദ്യനയത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഹർജി നൽകിയത്. ഹർജി ബുധനാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി അനുജ പ്രസാദ് ചേരുകയാണ്. അനുജ, ഈ നിരവധി തവണയായി ഡൽഹി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിക്ക് പുറത്ത് വരെ ഇഡി നോട്ടീസുമായി ചെന്നിരുന്നു. അതിൻ്റെ വാർത്തകളും എത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ, വ്യവഹാരങ്ങളുടെ വിവരങ്ങൾ? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ 5 തവണയാണ് ഇഡി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് സമൻസ് അയച്ചത്. ഇത് പല കാരണങ്ങൾ പറഞ്ഞ് കെജ്രിവാൾ തള്ളിയിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചു, അതായത് ജനപ്രതിനിധി അയാൾ അങ്ങനെ ഒരാൾ ഇത്തരം ഉത്തരവുകൾ അനുസരിക്കുന്നില്ല, ഇങ്ങനെ ഹാജരാകണമെന്ന് 5 തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ വിസമ്മതിക്കുന്നു, ഇത് തള്ളുന്നു, റിപ്പോർട്ടുകൾ ഉത്തരവ് തള്ളുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഫെബ്രുവരി 2 അദ്ദേഹത്തോട് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നത്തതുപോലെ തന്നെ ഈ സമൻസ് തള്ളുന്ന ഒരു സാഹചര്യം, ഹാജരാവാതിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഫെബ്രുവരി 7 ഇപ്പോൾ ഈ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു ഹർജി പരിഗണിക്കുക. IPC സെക്ഷൻ 174 പ്രകാരമാണ് ഇഡി ഈ പരാതി നൽകിയിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ ആം ആദ്മി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും മുൻപേയും ഇവർ ഇത്തരം പ്രസ്താവന നടത്തിയിരുന്നു. അതായത് BJPയുടെ ഒരു തന്ത്രം മാത്രമാണ്, കെജ്രിവാളിനെ കുടുക്കാനുള്ള തന്ത്രം മാത്രമാണിത്. അതായത് കീഴടങ്ങിയാൽ, ഇഡിക്ക് മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഒതുക്കാമെന്ന ധാരണയാണ് BJPക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമൻസുകൾ അയക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ അയച്ച നോട്ടീസുകളിൽ നിയമവിദഗ്ധർ, എന്തായാലും AAPയുടെ നിയമവിദഗ്ധർ പഠനം നടത്തുന്നുണ്ട്. അതനുസരിച്ച് പഠനം നടത്തി മുന്നോട്ട് നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഹാജരാകാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് ഇഡിയും ആം ആദ്മി പാർട്ടി വൃത്തങ്ങളും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലും ഹാജരാകണമെന്ന ദിവസം മുന്നിൽ നിൽക്കെ ഈ സമൻസ് തള്ളുകയും മറ്റ് പൊതുപരിപാടികളിൽ കെജ്രിവാൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച് ഈ സമൻസ് തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഫെബ്രുവരി 7 എന്തായാലും വീണ്ടും ഈ പരാതി പരിഗണിക്കുക. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കെജ്രിവാളിനെതിരായിട്ടുള്ള നോട്ടീസുകൾ ഇഡി നൽകിയ പ്രതിസന്ധി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി ഈ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുകയും പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നതാണ് ഒരുപക്ഷെ ആം ആദ്മി കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നത്. ആം ആദ്മി കേന്ദ്രങ്ങളും കെജ്രിവാൾ ഇറ്റ്സെൽഫ് തന്നെയും പറയുകയുണ്ടായി, ഇഡി തന്നെ അറസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള നീക്കമാണ് BJP സർക്കാർ ഇഡിയെ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ നിരവധി പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്യുകയും ഇതിനകം തന്നെ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കുമൊക്കെ ഇഡി നീങ്ങിയിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതി ഫലമാണ് ഇപ്പോൾ കെജ്രിവാളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ കെജ്രിവാൾ ഹാജരാകാത്തത് ബോധപൂർവം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും, അതിനുശേഷം ആം ആദ്മിക്കും ഡൽഹിക്കും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതാണ്. അത് BJPയുടെ പ്രതികാര നടപടി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ കോടതിയിലേക്ക് ഇഡി പോകുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാനാകുമെന്നാണ് നിയമവിദഗ്ധർ കാണുന്നത്? അനുജ, അജിംഷാദ് എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മദ്യനയ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കെതിരെയും ഇഡി അന്വേഷണം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 26 മനീഷ് സിസോദിയെ, മുൻ ഉപമുഖ്യമന്ത്രി സിസോദിയെ അഴിമതി കേസിൽ CBI അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോഴും ഇഡിയുടെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് പറഞ്ഞ കേസിൽ അദ്ദേഹം ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. പലരിലേക്കും ഈ അന്വേഷണം നീണ്ടിട്ടുണ്ട്, പലർക്കും സമൻസ് അയച്ച് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ BJP ഇത് രാഷ്ട്രീയമായി ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിനെ, പാർട്ടിയെ കുടുക്കുവാനായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് ആം ആദ്മി പാർട്ടി എന്തായാലും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി ക്രൈംബ്രാഞ്ച് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നോട്ടീസ് ഔദ്യോഗികമായിട്ട് കൈപ്പറ്റുവാൻ അന്നും കെജ്രിവാളിന്റെ ജീവനക്കാരോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. AAP
നേതാവും മന്ത്രിയുമായ അതിഷിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ നോട്ടീസ് നൽകുന്നതിനായി ക്രൈംബ്രാഞ്ച് എത്തിയിരുന്നത്. അദ്ദേഹവും വീട്ടിലില്ല എന്ന് അറിയിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യം, അതായത് ഈ നോട്ടീസുകൾ കൈപ്പറ്റുന്ന സാഹചര്യത്തിലേക്ക് ആം ആദ്മി പാർട്ടി നേതാക്കൾ എത്തിയിട്ടില്ല. എല്ലാവരും തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതിന് മുന്നോട്ട് ഈ സമൻസുകൾ അയക്കുമ്പോൾ ഹാജരാവാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏത് രീതിയിലാണ് പാർട്ടി ആം ആദ്മി ഇതിനെ ഏത് രീതിയിൽ ഇത് എടുക്കുമെന്നറിയില്ല. എന്തായാലും മറികടക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രത്യേകിച്ച് കോടതിയുടെ പ്രതികരണങ്ങൾ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ്. കാരണം ED രാഷ്ട്രീയം കളിക്കുന്നു എന്നതൊക്കെ നമുക്ക് കോടതിക്ക് പുറത്ത് പറയാം. പക്ഷേ കോടതിക്കുള്ളിൽ ED ഒരു അന്വേഷണ ഏജൻസിയാണ്, ED ഒരു കേന്ദ്ര ഏജൻസിയാണ്. ആ ഏജൻസിക്ക് മുമ്പിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്യലിന് ആരായാലും ഹാജരാകേണ്ടി വരുന്നൊരു സാഹചര്യം. സ്വാഭാവികം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിക്കാണ് ഈ EDക്ക് സാധ്യതയും കൽപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായാൽ ആം ആദ്മിയും കെജ്രിവാളും അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സിസോദിയെ ജയിലിൽ അടച്ചതുപോലെ സമാനമായ രീതിയിൽ, കാരണം ആം ആദ്മിക്ക് അഴിമതിരഹിതമായ ഒരു ഇമേജുണ്ട്. അഴിമതിരഹിതമായ ഇമേജിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്കറിയാം അണ്ണാ ഹസാരെയുമൊത്തുള്ള സമരത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഈ ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നത്. അപ്പോൾ അഴിമതിരഹിതമായൊരു മുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നൊരു പുതിയ പാർട്ടിയും അഴിമതിയിൽ കുടുങ്ങുന്നു എന്ന ഒരു വിജയം BJPക്ക് നേടാനാകും. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളാണ് ആം ആദ്മിക്ക് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സഖ്യകക്ഷിയായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കും എന്ന് പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ. അനുജ, ഇതിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുക. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സമൻസുകൾ അയക്കുമ്പോൾ ഈ ഒഴിവാകുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര നാൾ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും? ഈ ആം ആദ്മി പാർട്ടിയിലെ നിയമവിദഗ്ധർ ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര നാൾ ഈ സമൻസ് അയക്കുമ്പോൾ ഈ ഒരു ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് എന്തായാലും പറയാൻ സാധിക്കില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഇത്തരത്തിൽ അഴിമതിരഹിത പാർട്ടിയുടെ അഴിമതിക്കെതിരെ സമരം ചെയ്ത ആ ഒരു അടിസ്ഥാനത്തിൽ വളർന്നു വന്ന പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അത്തരമൊരു മുഖച്ഛായ ഉള്ളപ്പോൾ ഈ ജനപ്രതിനിധിയായ കെജ്രിവാൾ ഈ ഒരു തരത്തിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം മനീഷ് സിസോദിയൊക്കെ ഇപ്പോൾ അറസ്റ്റിലാണ്. മുന്നോട്ട് കെജ്രിവാളിലേക്കൊക്കെ ഈ കസ്റ്റഡിയൊക്കെ നീളുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഈ ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് പാർട്ടിയെ ബാധിക്കും, വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. ഈ ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. എന്തായാലും ഹാജരാവുന്നില്ല എന്നുള്ളതിന് ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇതിനെ തള്ളുകയാണ് കെജ്രിവാൾ. കൃത്യമായിട്ട് പറയുന്നത് ഒരു മറുപടി, ഇത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്, കുടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റ് മാത്രമാണിത്, ചോദ്യം ചെയ്യൽ മാത്രമാണിത്. ഇതുപോലെ തന്നെ വിളിപ്പിച്ച ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ആ കസ്റ്റഡിയിലെടുത്ത് ഇത്തരത്തിൽ കീഴടങ്ങേണ്ടി വരും. ഈ കേസുകളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ ഇപ്പോഴെന്തായാലും അതിനെ തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ എന്തായാലും സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, 5 തവണ എന്നുള്ളത്, കഴിഞ്ഞ അവസാന തവണ ഫെബ്രുവരി 2 ആയിരുന്നു, ഇപ്പോഴത് നീണ്ടിട്ടുണ്ട് ഫെബ്രുവരി 7 എന്ന്. ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഫെബ്രുവരി 7 എന്ന ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര തവണ ഏത് രീതിയിൽ ഇതിൽ നിന്ന് കെജ്രിവാളിന് ഒഴിവാകാൻ പറ്റും എന്നുള്ളത്, എത്ര നാളിത് പറ്റും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അജിംഷാദ്. ശരി, അനുജ പ്രസാദ് വിവരങ്ങൾ നൽകി.